മനസ്സിലായി. ഇനി ഇങ്ങനെ എസ്കേപ്പ് ഒന്നും ആക്കല്ലേ. ഇനി ഞങ്ങൾ തടയാനും വരുത്തില്ല കണ്ടാലും. ഇനി ബാക്കി നിന്റെ ഇഷ്ടം. പറയാനല്ല ഞങ്ങൾ പറഞ്ഞു. നീ മനസ്സിലാക്കും എന്നാണ് ഈ ഏട്ടന്റെ വിശ്വാസം. ഏട്ടാ ഇവിടെ കിടക്കുവോ? ഇവിടാവും. എടാ നീ എവിടെ പോവാ? നീ കിടക്കണോ? ഇനി നാളെ ഒന്ന് നിങ്ങളിവിടെ കിടക്കാൻ പറ്റിയിരുന്നെങ്കിലോ? അളിയാ, നീ വല്ലതും കേൾക്കുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മൂക്ക് കല്യാണം കഴിച്ച് പോവാൻ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്ന്. മനസ്സിലായി. എന്താ നീ പറ. ഓ, ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോകാനുള്ള മടിയുണ്ട് അല്ലേ? അങ്ങനെ ചോദിച്ചാ അങ്ങനെയാണ്. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂട്ടുകാരൻ ശിവാനി ഉണ്ടല്ലോ. പിന്നെ എപ്പോഴും ഇവിടെ കിടന്ന് അമ്മയുടെ അടുത്ത് വഴക്കിടുന്ന പോലെ നിന്റെ അടുത്ത് വഴക്കിടുന്ന പോലൊക്കെ നീ അവിടെ പോയിട്ട് വഴക്കിടാൻ പറ്റുമോ? അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. അപ്പൊ എനിക്ക് തോന്നും ഈ കല്യാണം കഴിക്കണ്ടെന്ന്. കുഞ്ഞാ, ഞാൻ പറഞ്ഞു തന്നു. നീ മറന്നു പോകണ്ട. നിനക്കവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാ നീ ഇങ്ങോട്ട് പോരാ. ചേട്ടന്റെ മോള് ഇപ്പം ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ എന്തോരം പണിയുള്ളതാ. അമ്പലത്തിൽ പോകണം, ബ്യൂട്ടീഷ്യൻ വരും. അതുകൊണ്ട് എൻ്റെ മോളിപ്പോൾ ഉറങ്ങും. അതെ, എന്നാ ചക്കര കാണുന്നു. ഉറങ്ങാൻ നോക്ക്.